മഴ അല്പം മാറി നിന്നതോടെ ചുവരെഴുത്തുകളുമായി നിലമ്പൂർ മണ്ഡലത്തിൽ മുന്നണികൾ സജീവമായി. വനിതകൾ ഉൾപ്പെടെയാണ് തകൃതിയായി ചുവരെഴുത്തുകളിലേക്ക് കടന്നത്. മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും രാഷ്ട്രീയം പറഞ്ഞ നേതാക്കളും എത്തുന്നുണ്ട്. കാലാവസ്ഥ പ്രതികൂലമായതോടെ ബുക്ക് ചെയ്തിട്ട ചുവരുകളെല്ലാം എന്തു ചെയ്യുമെന്നൊരു കൺഫ്യൂഷൻ അത് പ്രവർത്തകരെ സംബന്ധിച്ച് ഉണ്ടായിരുന്നു. ഇപ്പോൾ മഴ ഒന്ന് മാറി നിന്നൊരു സാഹചര്യത്തിൽ എന്തും വരട്ടെ എന്നുറപ്പിച്ച് ചുവരെഴുത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇത് കോവിലത്തുമുറിയിൽ എം സ്വരാജിന് വേണ്ടി ചുവരെഴുതുകയാണ് ഇവിടെ വനിതാ പ്രവർത്തകർ. ഫ്ലെക്സ് ബോർഡുകൾ മാത്രം പോരാ, ആർട്ടിസ്റ്റുകൾക്കൊപ്പം ചുമരെഴുത്തുകളിൽ പങ്കാളികളായി വനിതാ പ്രവർത്തകരും. ഞങ്ങളെ ഇലക്ഷൻ ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞപ്പോൾ തന്നെ ചുമരൊക്കെ ബുക്ക് ചെയ്തിരുന്നു. പിന്നെ വൈറ്റ് വാഷൊക്കെ ചെയ്തിട്ടിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് മഴ ചെറിയൊരു പ്രശ്നമായി. എന്നാലും കുഴപ്പമില്ല. സ്ഥാനാർത്ഥീനെ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ചുമരെഴുത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സ്ക്വാഡ് വർക്ക് ഇപ്പോൾ 2 പ്രാവശ്യം ഞങ്ങൾ സ്ക്വാഡിലിറങ്ങി. മണ്ഡലത്തിന്റെ ഉൾമേഖലകളിൽ വരെ പ്രചാരണം സജീവം. വിവാദങ്ങൾക്ക് മറുപടിയും രാഷ്ട്രീയം വിശദീകരിച്ചും നേതാക്കൾ തന്നെ കളം നിറയുന്നു. കുടുംബയോഗങ്ങളും കൺവെൻഷനുകളും രാത്രി വൈകിയും നീളുന്നു. 21 മന്ത്രിമാരുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും കാര്യം നടത്താൻ പണം കൈക്കൂലി വാങ്ങി, കമ്മീഷൻ വാങ്ങി എന്ന് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കഴിഞ്ഞ UDFന്റെ കാലത്ത് എന്തായിരുന്നു? പുസ്തകം അച്ചടിക്കാൻ കൈക്കൂലി, സ്കൂളുകൾ നൽകാൻ കൈക്കൂലി. ഈ നിലമ്പൂരിന്റെ ഒരു ചരിത്രം എടുക്കി. 34 കൊല്ലമായി 5 പുഴകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശം ഇന്ന് എല്ലാ അർത്ഥത്തിലും പുറം ലോകമായി ബന്ധപ്പെടുത്താൻ നമ്മളെ സഹായിച്ചത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സാരഥികൾ ഇവിടെ ഈ നിയോജകമണ്ഡലത്തിന്റെ ജനപ്രതിനിധികളായ കാലഘട്ടത്തിലാണ്. ചൂടുപിടിച്ച ചർച്ചയാണ് എങ്ങും. വോട്ട് വരുന്ന വഴിയും പോകുന്ന വഴിയുമെല്ലാം കണക്കുകൂട്ടി തല പുകയ്ക്കുകയാണ് മുന്നണികൾ. ടീം 24 നിലമ്പൂർ.